മസൂദ് അസർ അങ്ങനെയല്ലേ അവന്റെ പേര്. അങ്ങനെ ഒരു ഭീകരവാദി ഇപ്പൊ അവന്മാരെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവൻ എന്തായാലും ഇപ്പൊ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവനെ എവിടെ നമ്മൾ കറക്റ്റായിട്ട് എവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ വളഞ്ഞിട്ടുണ്ട്, വളഞ്ഞിട്ടുണ്ട്, പാക് സൈന്യം വളഞ്ഞിട്ടുണ്ട്, പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ ഇവൻ ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല ഉടനെ നമുക്ക് ഇവൻ മയ്യത്താവും എന്നുള്ള കാര്യത്തിൽ വാർത്ത കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ അജ്ഞാതം തീർക്കും, തീർക്കും. അപ്പോൾ എന്തായാലും അത് അതിന്റെ കാര്യം ഉടനെ ആവും. പക്ഷെ ഇനി ഒരുപാട് പേരുണ്ട്. ഹാഫിസ് സയ്യിദ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. നമ്മൾ അവന്റെ കസ്റ്റഡി വേണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പാകിസ്ഥാൻ അത് കേട്ടിട്ടില്ല. പിന്നെ സക്കിയോ ലക്വി എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. പിന്നെ ദാവൂദ് ഇബ്രാഹിം കൊടും ഭീകരൻ. ഇവിടുത്തെ അണ്ടർവേൾഡ് ഡോൺ. ഇവിടെ അവന് ഫാൻസ് ഉണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ പൊട്ടന്മാർക്ക് ഇവിടെ അണ്ടർവേൾഡ് ഡോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാഗർ ഇലിയാസ് ജാക്കി എന്നാണ് ഇവന്മാര് വിചാരിച്ചിരിക്കുന്നത്. ഇവന്മാര് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനം എന്താണെന്ന് ഇവരെന്ന് പറഞ്ഞൂടാ. അത് ഈ പറയുന്ന സാഗർ ഇലിയാസ് ജാക്കി 20-ാം നൂറ്റാണ്ട് സിനിമയിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ട്. മോഹൻലാലിന്റെ അടുത്ത് ഈ അംബിക ജേർണലിസ്റ്റാണ് ചെന്ന് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അധോലോകനായത്? അപ്പൊ അദ്ദേഹം പറയുന്നത്, ക്യാരക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇത്തരം ആൾക്കാരെ പറ്റി എഴുതി പത്രങ്ങളിലും മാഗസീൻസിലൊക്കെ എഴുതി പിടിപ്പിക്കുന്നത് കണ്ട് ചെറുപ്പക്കാരെ ആരാധനയോടെയാണ് അവരെ നോക്കുന്നതെന്നാണ്. ഇത് സത്യമാണ്. അപ്പം ഈ പറയുന്ന ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ ഉള്ള നിറം പഠിപ്പിച്ച കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ഇവനൊക്കെ നമ്മുടെ രാജ്യത്തിനോട് ചെയ്യുന്ന ദ്രോഹം എന്താണെന്നുള്ളത് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ട്. ഇവനും പാകിസ്ഥാനിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ നരേന്ദ്രമോദി വിരമിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അത് എന്തായാലും വിരമിക്കുകയോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും പ്രായാധികം ഉടനെ അദ്ദേഹത്തിന് പിടികൂടി. ഇപ്പൊ 75 വയസ്സാണ് ഈ സെപ്റ്റംബറിലാവുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ടേം കഴിയുന്നതിന് മുന്നേ തന്നെ ഇവർക്കെല്ലാം പിടി വീഴുമെന്ന് നമുക്കൊരു പ്രത്യാശിക്കാമോ? അവർക്ക് പിടി വീഴുമോ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. പക്ഷെ ഇവരൊക്കെ പാകിസ്ഥാനിൽ വളരെ VVIPകളാണ്. പാകിസ്ഥാൻകാർക്ക് ഇവരൊക്കെ VVIPകളാണ്. അവിടെ കടുത്ത ആരാധനയോടെയും തൊഴുകൈകളോടെയും ഒക്കെയാണ് ഇവരെ കാണുന്നതൊക്കെ. അപ്പൊ അവരുടെ ജീവൻ, അതായത് ദേശീയ സ്വത്താവുമ്പോൾ നമ്മളെങ്ങനെയാ, ദേശീയ സ്വത്തിനെ നമ്മൾ സംരക്ഷിക്കും, എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അത്തരത്തിലാണ് ഇവരെ സംരക്ഷിക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ പേരുകൾ കൂടാതെ രണ്ട് പേരും കൂടെ നമുക്ക് വേണേൽ ചേർത്ത് പറയാം. സയ്യിദ് സലാഹുദ്ദീൻ, പിന്നെ ഭട്കൽ സഹോദരന്മാർ എന്ന് പറയുന്ന ടെറർ ഗ്രൂപ്പ് അവരുണ്ട്, ടെററിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ ഭീകരാക്രമണ കേസുകളിൽ ഇന്ത്യ തിരയുന്ന പല ഭീകരരും, ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്, പാകിസ്ഥാനിലെ VVIPകളാണ്. ഇവരൊക്കെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് യോഗ്യത അതാണ്. അതെ, അവിടെ അതാണ് സ്വാഭാവികമായിട്ടും. ഇപ്പൊ അവരുടെ അസിം മുനീർ ഫീൽഡ് മാർഷലിന്റെ കാര്യം അറിയാലോ, ഡയറക്റ്റ് എന്നിട്ടാണ് ഇവരോടൊക്കെ സന്ധി ചെയ്യുന്നതൊക്കെ, അവരുമായിട്ട് ചർച്ചയ്ക്ക് പോകുന്നതോ അങ്ങനെ തന്നെയാണ്. ഇവരുടെ ഭീകരന്മാർ മരിക്കുമ്പോൾ അവരുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നവരാണ് അവിടുത്തെ ഭരണകൂടം പോലും. അത് നമുക്ക് അതൊരു ശരിയാ, ഞാൻ വിട്ടുപോയി, രക്തസാക്ഷികളാണത്. അപ്പൊ എന്തായാലും ഇവരൊക്കെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലൊക്കെ സുരക്ഷിതമായ ഒളിവിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇവരെല്ലാവരെയും ഇവർ സംരക്ഷിക്കുന്നത് ദേശീയ സ്വത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവരെ സംരക്ഷിക്കുമ്പോൾ അവരുടെ ദേശീയ സ്വത്ത് അതാണ്. അതല്ലാണ്ട് അവർക്ക് എന്തോ ഉയർത്തി കാണിക്കാനുള്ള ഈ കാക്കന്മാരാണ് ദേശീയ സ്വത്ത്. അതെ, അത് ഇങ്ങനെ പറയണം, ഭീകരരായ എന്ന് പറയണം, കാക്കന്മാർ എന്ന് വേണം നമുക്ക് പറയേണ്ടി വരും. അല്ല, ഈ കാക്കാത്വം കൂടുന്നോണ്ടാണ് ഭീകരരാവുന്നത്. നോർമലി ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ മതം തലക്ക് പിടിച്ചിട്ട്, മതഭ്രാന്ത് തലക്ക് പിടിച്ചു, ഈ പറയുന്ന ഖുർആനിലുള്ള വരികളൊക്കെ വളച്ചൊടിച്ച് അത് അത്തരത്തിലാണ് അതിനെ വ്യാഖ്യാനിച്ച്. മാത്രമല്ല അന്ധമായ ഇന്ത്യ വിരോധം. നമ്മളൊക്കെ കാഫിറുകളാണല്ലോ, അവരുടെ ഭാഷയിൽ നമ്മൾ ഇസ്രായേലിനെ എതിർക്കുന്നു. അതുകൊണ്ടാണ് കാഫിറുകളാണ്. അപ്പോൾ പക്ഷെ ഇതൊക്കെ ഇവരെ സംരക്ഷിക്കുമെങ്കിലും ഇവരെ പൊതുവായിട്ട് ഇവരിവിടെ ഉണ്ട്, ഇവരുടെ സുരക്ഷിതത്വം ഒന്നും ഏറ്റെടുക്കാൻ പറ്റില്ല. ഇത് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് വിനയാകും എന്നുള്ളത് പാകിസ്ഥാന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇവരെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളിവിടെ കഴിഞ്ഞോ, പക്ഷെ ഞങ്ങൾ പുറമേക്ക് പറയുമ്പോൾ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറയും. അതിന്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട്. നമ്മളത് പറയുകയും ചെയ്തതാണ്. അവരുടെ ISIയും ലഷ്കർ എന്ന് പറയുന്ന ഭീകര സംഘടനയും കൊണ്ട് പാക് സൈന്യം തന്നെ നടത്തിയ അറ്റാക്കാണ് ഈ കഴിഞ്ഞ പഹൽഗാമിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിദേശ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് നൽകാറുള്ള VIP പരിരക്ഷയും സുരക്ഷയും ജീവിത സൗകര്യങ്ങളും ഒക്കെ ഈ പാകിസ്ഥാൻ
ഈ ഭീകരർക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. രാജ്യാന്തരമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരരുടെ പട്ടികയിൽ പെടുത്തിയിട്ടുള്ള കോടിക്കണക്കിന് ഡോളർ തലയ്ക്ക് വിലയിട്ടിട്ടുള്ള ഭീകരർ പോലും പാക് ഭരണകൂടത്തിന് ചിറകിന് കീഴിൽ വളരെ സ്വതന്ത്രമായിട്ടുള്ള ആവശ്യമായിട്ട് സന്തോഷിച്ചിരിച്ചു. ഞാൻ ഇവിടുത്തെ കാര്യം ഒന്ന് ആലോചിക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു പൗരൻ പാകിസ്ഥാനെ നശിപ്പിക്കണമെന്നൊക്കെ ഉള്ളൊരു മിഷനുമായിട്ട് ഇറങ്ങി തിരിച്ചാൽ ഇവിടെ VVIP ട്രീറ്റ്മെന്റ് ഒന്നും കിട്ടില്ല. ഇവിടെ പിടിച്ച് നേരെ ജയിലിലിടും. മര്യാദയ്ക്ക് പോയി ജോലി ഇടാന്ന് പറയും, ജയിലിൽ നിന്ന് ഇറക്കി വിട്ടിട്ട്. അതാണ് ഇവിടുത്തെ ഒരു രീതി. അല്ലാതെ ഇവിടെ VVIP ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കൂല. അല്ല, ഞാൻ ഇവിടുത്തെ ഒരു അവസ്ഥ ഇത് പറഞ്ഞോണ്ട് ഒരു കാര്യം പറയാം. അതുകൊണ്ടാണ് പലരും നേരത്തെ സിറിയയിലും യമനിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പാകിസ്ഥാനിലും ഒക്കെ ആടുമേക്കാൻ പോയത്. അവരുടെ കാര്യം അവര് പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ഒരു നല്ല നമുക്കൊന്നും പറ്റിയ രാജ്യമില്ല എന്നാണ് പറയുന്നത്. അതെ, അതുകൊണ്ടാണ് പോയത്. അപ്പൊ നമുക്ക് ആദ്യം ഹാഫിസ് സയ്യിദിന്റെ കാര്യം തന്നെ നോക്കാം. പാകിസ്ഥാൻ സംരക്ഷിക്കുന്ന കൊടും ഭീകരരുടെ പട്ടികയിൽ ഒന്നാമനാണ് ഈ ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്യിദ്. ഇന്ത്യയിൽ സൈനികർക്കും സാധാരണക്കാർക്കും നേരെ നടന്നിട്ടുള്ള ഒട്ടേറെ ഭീകര ആക്രമണങ്ങളുടെ ബുദ്ധി കേന്ദ്രവും ഈ പറയുന്ന ഇവരുടെ ഈ VIP ആയിരുന്നു. 2000 ഡൽഹിയിലെ ചെങ്കോട്ട ആക്രമണം, 2006 മുംബൈയിലെ ട്രെയിൻ സ്ഫോടനങ്ങൾ, 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണം, ഇവയൊക്കെ ഈ ദുഷ്ടബുദ്ധി കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. മസൂദ് അസർ അല്ല, ഹാഫിസ് സയ്യിദ്. അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയും അമേരിക്കയും ഒക്കെ ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിച്ച് $1 കോടി ഈ മൂപ്പറുടെ തലയ്ക്ക്, ഈ ഭീകരന്റെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ട്. പാകിസ്ഥാന് ഇത് എന്താ പറയാ, ക്ഷാമം വരുമ്പോഴേ പിടിച്ചു കൊടുക്കുക. അതാണ് VVIP ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് ഓരോന്നിനും 1 ലക്ഷം കോടി വെച്ചുണ്ടല്ലോ. അപ്പൊ പൈസ വരുന്നതനുസരിച്ച് ക്ഷാമം വരുമ്പോ ഇവരെ പിടിച്ച് തട്ടി വിടും. അടുത്ത നീ പോകുന്ന പറഞ്ഞ വിടും. പക്ഷെ അവരെ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. അവരത് ചെയ്യാൻ നിക്കില്ല. അവിടെയാണ് നമുക്ക് പറയുമ്പോ അവരങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ ചെയ്യൂല. പക്ഷേ ഇത് ഒരു നാഷണൽ റിസോഴ്സസ് ആണ്. അർത്ഥത്തിലാണ്. അപ്പൊ എന്തായാലും $1 കോടി ഇങ്ങനെ തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത്. പക്ഷേ സയ്യിദ് ആണെങ്കിൽ പാകിസ്ഥാനിലുള്ള ലാഹോറില് വൻ സുരക്ഷാ സന്നാഹങ്ങളോടൊക്കെ കൂടി ആണ് ജീവിക്കുന്നത്. ഇയാൾ വീട്ടു തടങ്കലിലാണ് എന്ന് പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ സർദാരി ഭൂട്ടോ പറയുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട് മുറദ്കയിലെ ലഷ്കർ ഇ തൊയ്ബ ആസ്ഥാനം ഇന്ത്യ തകർത്ത് സംഭവം ഉണ്ടായിരുന്നോ? ആ സംഭവത്തിൽ ഇങ്ങനെ തട്ടിപ്പോയി എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തട്ടിപ്പോയിട്ടില്ല. അത് സുരക്ഷിതനായിട്ട് ഇവരെ പൊന്നുപോലെ പോറ്റി പരിപാലിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരാളാണ് നമ്മൾ രാവിലെ സംസാര വിഷയമായ മസൂദ് അസർ. മസൂദ് അസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ ആണ്, ഫൗണ്ടറാണ്. അപ്പൊ പാകിസ്ഥാനിലെ ഒളിവിൽ കഴിയുന്ന മറ്റൊരു കൊടുംഭീകരൻ. ഇന്ത്യയിൽ സൈനികർക്ക് നേരെ നടന്ന പുൽവാമ, ഉറി ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഈ പറയുന്ന ദുഷ്ടബുദ്ധിയായിരുന്നു. അപ്പൊ അസറിനെ 2019 UN ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന നിലപാടിലാണ് പാകിസ്ഥാൻ ഉള്ളത്. എന്നാൽ ഇന്ത്യക്കെതിരെ കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടത്തുമെന്ന് പാക് പഞ്ചാബ് മേഖലയിലെ ഇസ്ലാമിക മതപഠന കേന്ദ്രങ്ങളിൽ ഈ പറയുന്ന ഭീകരൻ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അസറിന്റെ അറസ്റ്റ് ഇന്ത്യ ആവശ്യപ്പെടുമ്പോഴും പാകിസ്ഥാന് ഇയാൾ കൺമുമ്പിലെ പിടികിട്ടാപ്പുള്ളിയാണ്. നമ്മുടെ ഈ നാട്ടിലെ ചില ആളുകളെ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിക്കും, സസുഖം വിലസുകയും ചെയ്യുന്ന ഒരു കാര്യം ഓർത്താൽ മതി. അതുപോലെയാണ്. അപ്പൊ പാകിസ്ഥാനിലെ ബഹാവൽപൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇയാൾ അഫ്ഗാനിസ്ഥാൻ ആകാമെന്നായിരുന്നു ആ ഭൂട്ടോ പറഞ്ഞത്. അതെ, അതാണ് നമ്മൾ രാവിലെ സംസാരിച്ചത്. പക്ഷെ ഇങ്ങനെ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലുണ്ട് എന്നാണല്ലേ പറയുന്നത്. അതാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം. പിന്നെയുള്ളത് സക്കീർ ലഖ്വി. ഈ ഭീകരന്റെ പേര് ഞാൻ ആദ്യമായിട്ടാണോ കേൾക്കണേ. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള സക്കീർ റഹ്മാൻ ലഖ്വി ലഷ്കർ ഇ തൊയ്ബയുടെ സായുധ വിഭാഗത്തിന്റെ മേധാവിയാണ്. അപ്പൊ 26/11 ആ ആക്രമണം ഉണ്ടല്ലോ, ആ ആക്രമണത്തിൽ ഇയാളുടെ പങ്ക് സംബന്ധിച്ച് ഇന്ത്യ വ്യക്തമായ തെളിവൊക്കെ നൽകിയതാണ്. പക്ഷെ ഹ്രസ്വകാലം ജയിലിൽ കഴിഞ്ഞ ഇയാളെ പിന്നീട് ജാമ്യത്തിൽ തുറന്നുവിട്ട ഒരവസ്ഥയുണ്ടായി. രാജ്യാന്തര ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ നടപടിയെ തുടർന്ന് പാകിസ്ഥാൻ സാമ്പത്തിക ഉപരോധം നേരിടേണ്ടി വന്ന ഘട്ടത്തിൽ മാത്രമാണ് ലഖ്വിക്ക് പേരിനെങ്കിലും ചില നിയന്ത്രണങ്ങളൊക്കെ ഇവര് ഏർപ്പെടുത്തിയിട്ടുണ്ടായത്. കാരണം ഈ ഭീകരരെ സംരക്ഷിക്കുന്നു എന്ന നിലപാട് വന്നാൽ അവർക്ക് ഈ പറയുന്ന ഫണ്ടൊന്നും കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോന്ന് ഫണ്ട് കിട്ടിയിട്ട് നീ അഴിഞ്ഞടിക്കും, അതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ ഇപ്പോൾ ഇയാൾ സ്വതന്ത്രനൊക്കെ ആട്ടോ.
പാകിസ്ഥാനിലെ സൈന്യത്തിന്റെയും രാജ്യാന്തര തലത്തിൽ ചൈനയുടെയും സംരക്ഷണമുണ്ട്. അപ്പൊ രണ്ട് സംരക്ഷണത്തിലാണ്. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ രണ്ട് തന്തന്മാരെന്നുള്ളത്. അതെ, അല്ല, അതായത് രണ്ടാം തന്ത അമേരിക്ക, മൂന്നാം തന്തയാണ് ചൈന. ഒന്നാം തന്ത ആരെന്നറിയാലോ, ബയോളജിക്കൽ ഫാദർ നമ്മളാണ്. അത് അവർ അംഗീകരിക്കൂലല്ലോ. അത് അവർ അംഗീകരിക്കില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഇയാളെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള UN പ്രമേയത്തിന് തടയിട്ടത് ഈ പറയുന്ന പോലെ ഒരു തന്തയായിട്ടുള്ള ചൈനയാണ്. മറ്റൊരു തന്തയായിട്ടുള്ള സയ്യിദ് സലാഹുദ്ദീൻ ആണ് മറ്റൊരാള്. കശ്മീരിനെ ഇന്ത്യൻ സൈനികരുടെ ശവപ്പറമ്പാക്കുമെന്ന് പരസ്യമായിട്ട് വീമ്പ് മുഴക്കിയ സയ്യിദ് സലാഹുദ്ദീൻ ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീന്റെ മേധാവിയാണ്. ഇന്ത്യയും US ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴും ജിഹാദിന് ആഹ്വാനം മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാക് അധീന കശ്മീരില് ഇന്ത്യക്കെതിരെ റാലികളും നടത്തുന്നുണ്ട്. പ്രശ്നം എന്താണ് ശരിക്കും? എന്റെ പ്രശ്നം എന്താണ്? ശരിയായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഇന്ത്യ വിരോധം തലക്ക് കയറിയിട്ട് പ്രാന്തായതാണോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം. അല്ല, കാശ്മീർ വേണമെന്ന് പറഞ്ഞാൽ അത് മനസ്സിലായി. കാശ്മീർ അത് പോട്ടെ, അത് വിഷയം, ഒരു ഡിസ്പ്യൂട്ട് കിടക്കുന്നത്. ഇന്ത്യ മൊത്തം നശിപ്പിക്കണം, ഇന്ത്യ മൊത്തം മുസ്ലിം രാജ്യമാക്കണം. ഇതെന്താണ്? ഇന്ത്യ കഴിഞ്ഞിട്ട് അടുത്തത് അല്ല, ഇസ്രായേൽ മാത്രമല്ലോ, ഇപ്പൊ പല യൂറോപ്യൻ കൺട്രീസിലും ആക്രമണങ്ങൾ നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് വരുമ്പോ റൂട്ട് ചെന്ന് നിൽക്കുന്നത് ഇത്തരം ഭീകരരിലാണ്. അപ്പൊ ആദ്യം ഇന്ത്യക്കെതിരെ പറയുമ്പോ ആർക്കും ദണ്ണം ഉണ്ടായില്ല. ഇപ്പൊ എല്ലാ രാജ്യങ്ങളിലും ബ്രിട്ടനിലൊക്കെ നടക്കുന്നതിന്റെ പിന്നിൽ അറസ്റ്റിലായ മിക്കവാറും ഭൂരിഭാഗം ഈ ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. ഈ കഴിഞ്ഞിടക്ക് അമേരിക്കയിൽ നിന്ന് ട്രംപ് വന്നപ്പോ ഒരുപാട് പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറ്റിവിട്ടു. ഈ കയറ്റിവിട്ടതിൽ ഭൂരിഭാഗം അവിടെ ഈ പറയുന്ന പോലെ അനധികൃതമായി കുടിയേറുകയും അവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നവരും കൂടിയുണ്ട്, അത്തരത്തിലുള്ളവരും കൂടിയുണ്ട്. ഇത് മുന്നിൽ കണ്ടിട്ടാണ് ട്രംപിനെ നമ്മൾ പ്രാന്തെന്ന് പറയുമ്പോഴും, പക്ഷേ ട്രംപ് ദേശീയ സുരക്ഷ എന്ന് പറയേണ്ട അമേരിക്കയുടെ ദേശീയ സുരക്ഷ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ട്രംപ് അത് നടത്തിയത്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഈ മൂപ്പരുടെ കാര്യം അങ്ങനെയാണ്. ഇനി ദാവൂദ് ഇബ്രാഹിമിനാണ് സിനിമയിലും അല്ലാതെയും സീരിയലിലും എല്ലാത്തിലും ഭയങ്കര ആരാധന. നായക പരിവേഷം കൊടുത്ത് ബോളിവുഡിലൊക്കെ ഇഷ്ടം പോലെ സിനിമകളുണ്ട്. വൺസ് അപ്പോൺ എ ടൈം ഇൻ മുംബൈ എന്നൊക്കെ പറഞ്ഞു. ഇതിലെല്ലാം നായക പരിവേഷം പുള്ളിക്ക്. അതെ, നല്ലവനായ നായകൻ, അതായത് നല്ലവനായ ചെകുത്താൻ. നല്ലവനായ ചെകുത്താൻ. അപ്പൊ എന്തായാലും ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഒരു അധോലോക നേതാവ് ഉണ്ടെങ്കിൽ അത് ദാവൂദ് ഇബ്രാഹിമാണ്. പാകിസ്ഥാൻ സർക്കാരിന്റെയും രഹസ്യാന്വേഷണ സംഘടനയായിട്ട് ISIയുടെയും സംരക്ഷണയിലാണ് ഈ മൂപ്പര് കറാച്ചിയിൽ കഴിയുന്നത്. സുഖമാണല്ലോ. അപ്പോൾ D കമ്പനി തലവനായിട്ടുള്ള ദാവൂദ് കൊലപാതകം, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദം, മയക്കുമരുന്ന് കടത്ത് തുടങ്ങിയ കേസുകളിലൊക്കെ പ്രതിയാണ്. 93 മുംബൈ സ്ഫോടന കേസിലെ പങ്കിന്റെ പേരിൽ 2003 ദാവൂദ് ഇബ്രാഹിമിനെ ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇയാളുടെ തലയ്ക്ക് $2.5 കോടി വിലയിട്ടിട്ടുള്ളത്. ഭട്കൽ സഹോദരങ്ങൾ എന്ന് പറയുന്നതാണ് അടുത്തത് ഭട്കൽ സഹോദരന്മാരാണ്. ഇന്ത്യൻ മുജാഹിദിന്റെ സ്ഥാപകരായിട്ടുള്ള ഇക്ബാൽ, റിയാസ് ഭട്കൽ സഹോദരങ്ങളും ഒഴിവിൽ കഴിയുന്നത് പാകിസ്ഥാനിലാണ്. സ്ഫോടന വിദഗ്ധനാണ് ഇക്ബാൽ എന്ന് പറയുന്നത്. റിയാസ് ഗ്രൂപ്പിന്റെ റിയാസ് ഗ്രൂപ്പ് ഇവരുടെ സാമ്പത്തികപരമായുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. എന്തായാലും ഇവരും കറാച്ചിയിലാണ്. അപ്പൊ ഈ പറയുന്ന ഇതൊരു ചെറിയ ലിസ്റ്റാണ്. ലിസ്റ്റ് എന്ന് പറയുന്നത് നീണ്ടു നിവർന്നങ്ങ് കിടക്കാണ്. നമുക്ക് ഈ ഒരു ദിവസം കൊണ്ടോ ഈ ഒരു എപ്പിസോഡിലോ ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഭീകരരുണ്ട്. അതും പാകിസ്ഥാന്റെ സംരക്ഷണയിൽ തന്നെയുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ ISIയുടെയും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പോലും സംരക്ഷണയിൽ കഴിയുന്നവരാണ് ഇവരെല്ലാവരും. ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള VIP-കളാണ് അവിടെ ഉള്ളത്. ഇവരെയൊക്കെ നമുക്ക് വിട്ടുതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നടക്കൂലട ഉവയെ, ഞങ്ങൾ വിട്ടുതരില്ല എന്ന് പറയാതെ പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ഇതിനെല്ലാം കാരണം നമ്മൾ ഒരു രാജ്യത്തിന് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ. 1970 അമേരിക്ക അഫ്ഗാൻ സോവിയറ്റ് യൂണിയൻ സംഘർഷം നടക്കുകയാണ്. യുദ്ധമല്ല, സംഘർഷം അവർ തമ്മിൽ ഉണ്ടാവുകയാണ്. അപ്പം ഈ സോവിയറ്റ് യൂണിയന്റെ ശത്രുവാണ് അമേരിക്ക. സോവിയറ്റ് യൂണിയനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ ഫണ്ടിങ് ഇറക്കിയത് ആരാന്നറിയാമോ? അഫ്ഗാനിസ്ഥാനും അന്ന് പാകിസ്ഥാനും ഫണ്ടിങ് ഇറക്കിയത് അമേരിക്കയാണ്. അവർ ഈ പൈസ ഉപയോഗിച്ചിട്ടാണ് അന്ന് ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങിയത്. ഈ പറയുന്ന വിവിധ തലത്തിലുള്ള ഭീകരാക്രമണ സംഘടനകളെ പറ്റി പറഞ്ഞില്ലേ, ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങുന്ന അവിടെ നിന്നാണ് ഈ പണം ഉപയോഗിച്ച്, അമേരിക്കയുടെ പണം ഉപയോഗിച്ച്. അപ്പോൾ അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ. അവരെ തിരിച്ചു കൊത്തി ട്വിൻ ടവർ നശിപ്പിച്ചു. പാകിസ്ഥാന് തന്നെ ഇപ്പൊ തിരിച്ചടിച്ച് കൊത്തിക്കൊണ്ടിരിക്കുക. ശശിതരൂർ അല്ല അത് ആദ്യം പറഞ്ഞത് ജയ്ശങ്കറാണ് ഈ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അതായത് ഈ നിങ്ങൾ ഒരു വിഷപ്പാമ്പുകളെ വളർത്തിയാൽ എക്കാലവും അത്
നിങ്ങളുടെ അയൽക്കാരനെ തന്നെ കുത്തും കടിക്കുമെന്ന് വിചാരിക്കരുത്, ഒരു നാൾ അത് നിങ്ങളെ തിരിഞ്ഞു കുത്തും എന്ന് ആദ്യം പറഞ്ഞത് ഹിലരി ക്ലിൻ്റനാണ്. ഹിലരി ക്ലിൻ്റൻ്റെ വാക്കുകൾ കടമെടുത്താണ് ജയശങ്കർ പറഞ്ഞത്. ജയശങ്കറിൻ്റെ വാക്കുകൾ കടമെടുത്ത് ഇപ്പോൾ തരൂരും അത് പറഞ്ഞു. എന്തായാലും അത് സത്യമായിക്കൊണ്ടിരിക്കുകയാണ്.